ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് വ്യാജരേഖയുണ്ടാക്കിയതിൽ ഒന്നാം പേരുകാരനാണ് തന്ത്രി കണ്ഠരര് രാജീവരെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ 24-നോട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വൈകി എന്നതാണ് തന്റെ നിലപാട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ ബി.ജെ.പിക്ക് പരാതിയില്ല. മന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് പ്രശ്നമെന്നും ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ പറഞ്ഞു. 2025 ഒക്ടോബർ 10 കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ച വിധിന്യായത്തിൻ്റെ 4ാമത്തെ ഖണ്ഡികയിൽ ഒരു വ്യാജരേഖ ചമച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്നുള്ളവരുടെ പേര് വിവരം കൊടുത്തിട്ടുണ്ട് വിത്ത് ഡെസിഗ്നേഷൻ. അതിൽ ഒന്നാം പേരുകാരനാണ് തന്ത്രി. ആ വ്യാജരേഖ എന്താണെന്ന് ചോദിച്ചാൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത് ആ സ്വർണം പൊതിഞ്ഞ മാറ്റിയിട്ട് വെറും ചെമ്പുപാളി എന്നാക്കിയെടുക്കുന്ന രേഖ അതാണ്. തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു മന്ത്രിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ മന്ത്രി ഒന്നും ചെയ്തിട്ടില്ല. ആ തന്ത്രിയെ വൈകിയാണെങ്കിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ആ അറസ്റ്റ് ചെയ്തിട്ട് അവരെന്താണ് പിന്നെ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തതെന്നുള്ളതാണ് ചോദ്യം. അത് ചോദിക്കണ്ടേ? നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. നിതിൻ, തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ ബി.ജെ.പിക്ക് പരാതിയില്ല, പക്ഷേ മന്ത്രിയെ ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യാത്തതിലാണ് പരാതി എന്നാണോ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ പറഞ്ഞത്? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളിൽ ബി.ജെ.പിക്ക് തൃപ്തിയാണോ അതോ അതൃപ്തിയാണോ? ജി.കെ. തന്ത്രിയെ മാത്രമല്ല മന്ത്രിയും കൂടി ഈ കേസിൽ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം തന്നെയാണ് ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിനെല്ലാം അപ്പുറം ഈ തന്ത്രിയുടെ അറസ്റ്റ് പിന്നാലെ ബി.ജെ.പി. പരസ്യമായി തന്ത്രിയെ പിന്തുണച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ശബരിമലയിൽ ഒരു സമരപ്രഖ്യാപനം അടക്കം നടത്തിക്കൊണ്ട് രംഗത്തുണ്ട്. തന്ത്രിയുടെ വീട്ടിൽ ബി.ജെ.പി. നേതാക്കൾ പോകുന്നു. മാത്രമല്ല ഇതിൽ തന്ത്രി അത് നിഷ്കളങ്കനാണ് എന്ന നിലയിലുള്ളൊരു പ്രതികരണങ്ങളാണ് പല കോണിൽ നിന്നും ഉയരുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇത്തരമൊരു പ്രതികരണത്തിൽ പ്രസക്തമാവുന്നത്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദേവനെയും ഭക്തരെയും ഒരുപോലെ വഞ്ചിച്ച ഒരാൾ തന്ത്രിസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല, തന്ത്രി കണ്ഠരര് രാജീവർ നിഷ്കളങ്കനല്ല, വ്യാജരേഖ ചമച്ചവനാണ് എന്നൊരു നിലയിലാണ് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രതികരണം വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് നേരത്തെ 2025 ഒക്ടോബറിൽ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ഈ ഉത്തരവിൽ വ്യാജരേഖ ഉണ്ടാക്കി ബന്ധപ്പെട്ട 10 പേരുടെ പട്ടികയുണ്ട്. ആ 10 പേരിൽ ഒന്നാം പേരുകാരൻ തന്ത്രി കണ്ഠരര് രാജീവരാണ്. ആ ഒരു വ്യാജരേഖയാണ് പിന്നീട് സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുങ്ങിയത്. അതുകൊണ്ട് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുങ്ങിയ കാര്യത്തിൽ തന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. തന്ത്രിയുടെ അറസ്റ്റ് വൈകിപ്പോയി എന്ന നിലപാടാണ് കെ.എസ്. രാധാകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം തന്ത്രിയുടെ അറസ്റ്റ് ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ കോണിൽ നിന്നും ബി.ജെ.പിയുടെ ഭാഗത്തും പല വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് ഒരു വേറിട്ട ശബ്ദമായി ഈ തന്ത്രിക്കെതിരെ ശക്തമായ ഭാഷയിൽ ഒരു വിമർശനവുമായി കെ.എസ്. രാധാകൃഷ്ണൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണം പൊതിഞ്ഞ ചെമ്പുവാളികളെ വെറും ചെമ്പുവാളികളെന്നെതിരെ സാക്ഷ്യപ്പെടുത്തിയ ഒരു രേഖയാണ്. ആ രേഖയാണ് പിന്നീട് ഇത്തരമൊരു ഈ ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുങ്ങിയത്. അതുകൊണ്ട് തന്നെ പോറ്റി മാത്രമല്ല ഇതിൽ തന്ത്രിയും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയായി തന്നെ മാറേണ്ടതുണ്ട്. നേരത്തെ ഇതിൻ്റെ ഒരു അറസ്റ്റ് വേണം. ഇതിൽ കേസിലെ ഒന്നാം പ്രതി തന്ത്രിയാണ് എന്നൊരു നിലപാടാണ് എന്തായാലും കെ.എസ്. രാധാകൃഷ്ണൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ തന്നെ വേറൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരിക്കുന്നത് ശബരിമലയിൽ ശ്രീകോവിലിൽ സ്വർണ്ണം പൊതിഞ്ഞ ചെമ്പ് തകിടാണെന്ന് തന്ത്രിക്ക് മുൻപ് അറിവുണ്ടായിരുന്നു. 38 കിലോ തങ്കം കൊണ്ടുവന്ന സ്വർണ്ണം പൊതിയുമ്പോഴും കണ്ഠരര് രാജീവർ തന്ത്രി ആയിരുന്നു. അതേ വിജയമല്യ 38 കിലോ തങ്കം കൊണ്ടുവന്ന അവിടെ പൊതിയുമ്പോഴും തന്ത്രി കണ്ഠരര് രാജീവരനായിരുന്നു അവിടെ തന്ത്രിയെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്ത്രിക്ക് ഈ ഒരു കാര്യം മനഃപൂർവ്വം മറച്ചുവെച്ചു. ആ മനഃപൂർവ്വം മറച്ചുവെച്ചാണ് അവിടെ വ്യാജരേഖ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ വ്യാജരേഖ കേസിൽ ഇത്തരത്തിലൊരു അറസ്റ്റ് നേരത്തെ വേണമെന്ന നിലപാടാണ് സൂചിപ്പിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവർ ഈ കേസിൽ കുറ്റക്കാരനാണ് എന്ന നിലപാടാണ് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനുള്ളത്. ബി.ജെ.പിക്ക് ആകെയുള്ള പരാതി തന്ത്രിയെ മാത്രമല്ല ചോദ്യം ചെയ്ത മന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ, ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.